ഹലോ ഫ്രണ്ട്സ്, നമ്മൾ പലതരത്തിലുള്ള ഇരുമ്പ് പാത്രങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെ ഇരുമ്പ് പാത്രം മയപ്പെടുത്തിയെടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇത് ഞാൻ പുതിയതായിട്ട് വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കാനും അതുപോലെ തന്നെ കുറച്ച് മെഴുക്കുപുരട്ടിയൊക്കെ തയ്യാറാക്കാനും വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള കാസ്റ്റ് അയണിൻ്റെ സീസൺ ചെയ്യാത്ത സാധാരണ ഇരുമ്പ് ചീനിച്ചട്ടിയാണ് കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെ മയപ്പെടുത്തിയെടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഇത് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് കഴുകുക. അതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പെടുക്കണം. അതായത് ഇപ്പോൾ ഞാനിവിടെ പൊടിയുപ്പാണ് എടുത്തിട്ടുള്ളത്. പൊടിയുപ്പിന് പകരമായിട്ട് നിങ്ങൾക്ക് കല്ലുപ്പ് വേണമെന്നുണ്ടെങ്കിൽ കല്ലുപ്പ് എടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത ശേഷം നമ്മൾ സാധാരണ ഡിഷൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ കഴുകണം. അപ്പോൾ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഉൾഭാഗവും നന്നായിട്ട് സ്ക്രബ് ചെയ്യണം, അതുപോലെ തന്നെ പുറം ഭാഗവും സ്ക്രബ് ചെയ്യണം, പിന്നെ അതിൻ്റെ പിടുത്തം. അപ്പോൾ നമുക്ക് ഉപ്പ് ആവശ്യത്തിനനുസരിച്ചിട്ട്, അതായത് നമ്മൾ സാൻഡ് പേപ്പറൊക്കെ ഇട്ടിട്ട് ഉരയ്ക്കുന്നതിന് പകരമായിട്ടാണ് നമ്മൾ ഉപ്പ് ഇട്ടിട്ട് ഇതുപോലെ ഉരയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഉള്ളിൽ ഭാഗമൊക്കെ ഇത്തിരി റഫായിരിക്കും. നമ്മളിങ്ങനെ ഉപ്പിട്ട് ഉരച്ച് കഴിയുമ്പോൾ അതൊക്കെ ഒന്ന് സ്മൂത്താവും. അതിന് ശേഷം നമ്മൾ വെള്ളമൊഴിച്ച് നന്നായിട്ടിത് കഴുകിയ ഉപ്പൊക്കെ കളയാം. അങ്ങനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1-2 വട്ടം നമുക്ക് ഇതുപോലെ ഒന്ന് ഉപ്പിട്ട് ഉരച്ചൊന്ന് കഴുകിയെടുക്കാം. പിന്നെ നമുക്ക് അതിന് ശേഷം ഉള്ളിലും ഇതുപോലെ സ്ക്രബ് ഉപയോഗിച്ചിട്ട് ഒന്ന് ആ സർഫസ് ഒന്ന് സ്മൂത്ത് ആവുന്ന തരത്തിൽ നമുക്ക് ഒന്ന് കഴുകിയെടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് അരി കഴുകിയിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, അതെടുത്ത് വെക്കണം. അരി കഴുകിയ വെള്ളത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം വേണമെങ്കിൽ കഞ്ഞിവെള്ളം എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ അരി കഴുകിയ വെള്ളമാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. കുറച്ച് അധികം ക്വാണ്ടിറ്റിയാണ് വേണം കേട്ടോ അരി കഴുകിയ വെള്ളം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള ചീനച്ചട്ടി മുങ്ങിക്കെടുക്കാൻ പാകത്തിൽ, അതായത് അതിൽ മുക്കിയിടണം. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു പിടുത്തം ഉണ്ടല്ലോ, ആ പിടുത്തവും കൂടി ഇതിൻ്റെ ഉള്ളിൽ മുങ്ങി കിടക്കണം കേട്ടോ. ഇനി നമുക്കിപ്പോൾ അത്രയും അരി കഴുകിയ വെള്ളം നമ്മുടെ അടുത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ ആ വെള്ളം ഒന്ന് ആ പിടിമേൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ നമ്മളൊരു ചുരുങ്ങിയത് 5 മണിക്കൂർ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ചീനച്ചട്ടീനെ മുക്കി വെക്കണം. 5 മണിക്കൂറായിട്ടുണ്ട് നമ്മളപ്പോൾ നമ്മുടെ ചീനച്ചട്ടി ആ വെള്ളത്തിൽ മുക്കിയിട്ടിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ വെള്ളത്തിൻ്റെ കളറ് കാണുമ്പോൾ മനസ്സിലാവും എന്നുണ്ട്. കാരണം മുമ്പത്തെ അത് മാറിയിട്ട് ഇപ്പോൾ ഇതിൻ്റെ കൊണ്ട് കറുത്ത് കളറായി നമ്മുടെ ആ ഒരു വെള്ളം. അതായത് ചീനച്ചട്ടി മോൾഡ് ചെയ്യുന്ന സമയത്ത് അതുമ്മ പറ്റി പിടിക്കുന്ന ഈ കരിയും പുകയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ അതുമൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ അരി കഴുകിയ വെള്ളത്തിൽ അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ നമ്മൾ ചീനച്ചട്ടി മുക്കിയിടുന്നത്. ഇനി നമ്മളിത് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് ആദ്യം ഒന്ന് കഴുകുക. ഈ സമയത്ത് ഉപ്പോ ഡിഷ് വാഷിംഗ് ലിക്വിഡോ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമ്മൾ ആ സ്ക്രബ്ബ് വെച്ചിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകിയാൽ മതി. കാരണം നമ്മൾ ആ അരി കഴുകിയ വെള്ളത്തിൽ കുതിർത്ത് വെച്ച സമയത്ത് കുറച്ച് അതിൻ്റെ കരിയൊക്കെ ഇങ്ങനെ ഒന്ന് കുതിർന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് റിമൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ വെള്ളവും ആ സ്ക്രബും ഉപയോഗിച്ചിട്ട് നന്നായിട്ട് നമ്മളിത് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ ഇത് ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് ഈ ചീനച്ചട്ടിയുടെ ഉള്ളിൽ നിന്ന് ഉള്ള വെള്ളത്തിൻ്റെ അംശം മുഴുവനും തുടച്ചു മാറ്റണം. തീരെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അതുപോലെ നമ്മൾ നന്നായിട്ട് അകവും പുറവും അതിൻ്റെ ആ ഒരു പിടുത്തമൊക്കെ നന്നായിട്ടൊരു ഉണങ്ങിയ തുണി വെച്ച് നമ്മളൊന്ന് തുടയ്ക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ആ എണ്ണ ചീനച്ചട്ടിയുടെ അകവും പുറവും അതുപോലെ പിടുത്തത്തുമ്മലൊക്കെ നന്നായിട്ട് നമ്മൾ ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് പുരട്ടി കൊടുക്കുക. വെച്ചിട്ടല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തുണി മുക്കിയിട്ടൊക്കെ പുരട്ടാട്ടോ. ഞാനിപ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് തന്നെയാണ് ഇത് പുരട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ അകത്തും പുറത്തും പിടുത്തത്തുമ്മലും ഒക്കെ നന്നായിട്ട് എണ്ണ പുരട്ടി കൊടുത്തു. അപ്പോൾ കുറച്ച് കൂടുതൽ എണ്ണ നമ്മൾ ആദ്യം ഒന്ന് പുരട്ടി കൊടുത്തോട്ടാ. അതിനുശേഷം നമ്മൾ എന്ത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പറ്റി കൊടുത്തിട്ടുള്ള എണ്ണ ഇത്തിരി കൂടുതലല്ലേ, അപ്പോൾ അത്ര എണ്ണ നമുക്ക് വേണ്ട. അപ്പോൾ ഒരു ഉണങ്ങിയ തുണി ഉപയോഗിച്ചിട്ട് എക്സസ് ആയിട്ടുള്ള എണ്ണ നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് തുടച്ച് മാറ്റാം. അടുത്തതായിട്ട് നമ്മൾ ഈ ചട്ടി ഗ്യാസിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ട് ചൂടാക്കണം. 8 മുതൽ 10 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ചൂടാക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടിയിടരുത്, മീഡിയം ഫ്ലെയിമിൽ തന്നെ നമ്മൾ വെക്കണം. 8 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ അതിൽ നിന്ന് ഇങ്ങനെ പുക വരാനായിട്ട് തുടങ്ങും. നന്നായിട്ട് പുകഞ്ഞു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ ഓഫാക്കിയിടുക. ഇനി അവിടെ തന്നെ ഇരുന്നിട്ട് നന്നായിട്ട് നമ്മുടെ ഈ ചീനച്ചട്ടി ഒന്ന് തണുക്കട്ടെ, ചൂടൊക്കെ ഒന്ന് മാറട്ടെ. നന്നായിട്ട് ചൂട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകുക. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ച് ഉപ്പ് പൊടി ഇട്ടിട്ട് അകവും പുറമൊക്കെ നന്നായിട്ട് സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഉരച്ച് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ.
ഫസ്റ്റ് ടൈം നമ്മൾ ഉപ്പിട്ടിട്ടാണ് നമ്മൾ കഴുകേണ്ടത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് അകവും പുറമൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി നമുക്കിത് എടുക്കാം. അതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒരു ഉണങ്ങി തുണി വെച്ചിട്ടൊന്ന് നന്നായിട്ട് തുടച്ച് നമ്മൾ മാറ്റണം. എന്നിട്ട് ഒരിത്തിരി നല്ലെണ്ണ വീണ്ടും ഒഴിച്ച് കൊടുത്തിട്ട് അകവും പുറത്തൊക്കെ നന്നായിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. വീണ്ടും നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് 8 മുതൽ 10 മിനിറ്റ് വരെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കുക. അതിൽ നിന്ന് ഇങ്ങനെ പുകഞ്ഞു വന്ന് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫാക്കുക. അവിടെ തന്നെ ഇരുന്ന് നന്നായിട്ട് ഒന്ന് തണുക്കട്ടെ. നന്നായി തണുത്തതിന് ശേഷം നമുക്കിത് വീണ്ടും വെള്ളം ഉപയോഗിച്ച് നമുക്കത് കഴുകാം. ഇപ്രാവശ്യം നമ്മൾ ഉപ്പിട്ടിട്ടല്ല കഴുകേണ്ടത്. ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള ഡിഷ് വാഷിംഗ് ലിക്വിഡ്, അതായത് ഏതെങ്കിലും ഡിഷ് വാഷിംഗ് ലിക്വിഡിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത ശേഷം നമ്മൾ സ്ക്രബ്ബറും ആ ഡിഷ് വാഷിംഗ് ലിക്വിഡും ഉപയോഗിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഉരച്ച് നമ്മൾ കഴുകുക. ഒരിക്കലും നമ്മൾ ഇരുമ്പ് പാത്രത്തിലേക്ക് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള, അതായത് വെള്ളം ചേർക്കാത്ത ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഉപയോഗിച്ചിട്ട് കഴുകാനായിട്ട് പാടില്ല കേട്ടോ. ഇരുമ്പ് പാത്രം നമ്മൾ ഏതാണ്ട് നോൺ സ്റ്റിക്ക് കെയർ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ കെയർ ചെയ്യണം. ഇനി ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് ആ ചീനച്ചട്ടി കഴുകിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഗ്യാസുമ്മ വീണ്ടും വെച്ചു. നന്നായിട്ട് ചൂടായി വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ ഒരു സവാള ഇത്തിരി എണ്ണയിലും ഒന്ന് ഇതാക്കിയിട്ട് ആ എണ്ണ സവാള ഇതാക്കിയിട്ട് നമ്മളിപ്പോൾ ദോശയ്ക്കൊക്കെ ചൂടുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യില്ലേ, അതുപോലെ ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അത് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ പിടുത്തത്തുമ്മലും അതിനൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ സവാള ഉപയോഗിച്ച് ഇതുപോലെ നന്നായിട്ട് ഒന്ന് എണ്ണ എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫാക്കുക. ഒന്ന് നന്നായിട്ടൊന്ന് തണുക്കട്ടെ. നന്നായി ചൂടാറിയ ശേഷം ഇതിൽ കൂടുതൽ എണ്ണമയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഉണങ്ങിയ തുണി കൊണ്ട് നമുക്കൊന്ന് തുടച്ച് മാറ്റാം. ഇപ്പോൾ അതെ നമ്മൾ നമ്മുടെ ഇരുമ്പ് ചീനിച്ചട്ടി നമ്മൾ മയപ്പെടുത്തിയിട്ട് എടുത്തു. കണ്ടില്ലേ? ഇനി ഇത് നമുക്ക് പാകം ചെയ്യാനായിട്ട് തയ്യാറായിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ തന്നെ ഇതിൽ ഒന്നും പാകം ചെയ്യാത്തത് കൊണ്ട് തന്നെ ഒരിത്തിരി എണ്ണ ഇതിന് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എപ്പോഴും ഇരുമ്പ് പാത്രം നമ്മൾ കഴുകി വൃത്തിയാക്കി അത് ഒന്ന് കമത്തി വെച്ച് അതിൻ്റെ വെള്ളം കളഞ്ഞ ശേഷം ഇതുപോലെ ഒന്ന് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ കീപ്പ് ചെയ്യാനായിട്ട് കേട്ടോ. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുമ്പ് ചീനച്ചട്ടി നമുക്ക് വർഷങ്ങളോളം ഉപയോഗിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ വെള്ളയപ്പം പോലെ അധികം എണ്ണയില്ലാത്തതാണ് നമ്മൾ ഇരുമ്പ് ചീനച്ചട്ടിയിൽ പാകം ചെയ്തതെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഉപയോഗിച്ച് കഴുകണമെന്നില്ല. കുറച്ച് ഉപ്പിട്ടിട്ട് കഴുകി വെച്ചാൽ മതി. എണ്ണമയം കൂടുതലുള്ളതാണ് പാകം ചെയ്തതെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ കഴുകിയാൽ മതി. അതുപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് അത് എടുത്തു വെക്കുന്നതിന് മുമ്പായിട്ട് ചെറുതായിട്ടൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് ചെറിയൊരു ഓയിലിൻ്റെ സ്പ്രെഡിങ് കൊടുത്തിട്ട് വേണം നമ്മൾ എടുത്തു വെക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇരുമ്പ് ചീനച്ചട്ടിയിൽ തുരുമ്പ് പിടിക്കും. അങ്ങനെ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ശരിക്ക് നോൺ സ്റ്റിക്കിനെക്കാട്ടും നല്ല സ്മൂത്ത് സർഫസ് ആകും നമ്മുടെ ഇരുമ്പ് ചീനച്ചട്ടിക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയാണോ ഒറ്റ ദിവസം കൊണ്ട് ഒരു ഇരുമ്പ് പാത്രം മയപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത്. താങ്ക് യു സോ മച്ച്.